ജഗതി ശ്രീകുമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ കോമഡി കഥാപാത്രങ്ങളാണ് വരിക. അദ്ദേഹം സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് കോമിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് വരിക. പക്ഷെ ജഗതി ശ്രീകുമാർ വളരെ മികച്ചൊരു വേഷം ചെയ്ത ഒരു സീരിയസ് വേഷം ചെയ്ത ഒരു സിനിമയുണ്ട്. അത് സംവിധായകൻ ജോഷിയുടെ ഒരു സിനിമ തന്നെയാണ്. അത് ജഗതി ശ്രീകുമാറിന്റെ തുടക്കകാലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ആ സിനിമയെക്കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട്, ആ സിനിമയെക്കുറിച്ചുള്ള പേര്. പക്ഷെ ഞാൻ ആ സിനിമ ശരിക്കും കണ്ടിട്ടുണ്ടായില്ല. ഈ അടുത്താണ് ഞാൻ ആ സിനിമ കാണുന്നത്. ആ സിനിമയുടെ പേരാണ് കർത്തവ്യം. 1982 ഈ ഒരു സിനിമ റിലീസ് ആവുന്നത്. ഞാൻ ആ ഒരു സിനിമ ഈ അടുത്ത് വീണ്ടും കാണാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കല്ലു ഡെന്നീസിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. അപ്പൊ അതിൽ ജഗതി ശ്രീകുമാറിനെ കുറിച്ച് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ജഗതി ശ്രീകുമാർ. വളരെ നല്ല ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ കല്ലു ഡെന്നീസ് എഴുതിയ പല സ്ക്രിപ്റ്റിൽ ജഗതി ശ്രീകുമാർ അഭിനയിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിനിമ കാണുന്നത്. ഇത് ആക്ച്വലി മേജർ ചന്ദ്രകാന്ത് എന്നും പറഞ്ഞ് കെ ബാലചന്ദ്രൻ എഴുതിയ അതൊരു നാടകമാണെന്ന് ആ ഒരു നാടകത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ട് സിനിമയും വന്നിട്ടുണ്ട്. ശരിക്കും അതിന്റെ ത്രെഡ് ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ത്രെഡ് തന്നെയാണ്. അതായത് ഒരു കണ്ണ് കാണാത്ത ഒരു മേജർ രാംകുമാർ, അതാണ് മധു അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രം. ശരിക്കും ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു കഥാപാത്രം, മധുവിന്റെ കഥാപാത്രത്തിന്റെ വീട്ടിലോട്ട്, അന്ന് അദ്ദേഹം മാത്രം ഉള്ളപ്പോൾ വീട്ടിലോട്ടൊരു കള്ളൻ വരുന്നു. അദ്ദേഹം ഒരു പോലീസിനെ കണ്ണുവെട്ടിച്ചിട്ട് വരുന്നതാണ്. അദ്ദേഹം ഒരു കൊലപാതകം ചെയ്തിട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ജീവിതം നശിപ്പിച്ച് സഹോദരിയെ കൊന്ന ആ ഒരു ആളെ, സഹോദരനെ കൊല്ലാന്ന് പറഞ്ഞ സഹോദരി ആത്മഹത്യ ചെയ്തതാണ്. ആ സഹോദരിയുടെ അത്ര ക്രൂരത ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ കൊന്ന ശേഷം പോലീസിന്റെ പിടിയിൽ നിന്നും ജഗതി ശ്രീകുമാറാണ് ആ ഒരു കഥാപാത്രം രക്ഷപ്പെട്ടിട്ട് പോലീസിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഈ മേജറിന്റെ വീട്ടിലോട്ട് വരുന്നതാണ്. എന്നിട്ട് ഈ മേജറിന്റെ അടുത്ത് അദ്ദേഹം പറയും, ഇതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു എന്നുള്ളത്. പക്ഷെ മേജറിന് കണ്ണ് കാണില്ല. മേജർ ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യണം അന്നത്തെ ദിവസം. പക്ഷെ മേജർ അറിയുന്നില്ല, അതായത് മധു അറിയുന്നില്ല, മധുവിന്റെ മകനായ രവികുമാർ ചെയ്ത കഥാപാത്രത്തിനെ കൊന്നിട്ടാണ് ജഗതി ശ്രീകുമാർ വരുന്നത്. അപ്പൊ ഈ ഒരു ത്രെഡ്, എനിക്ക് തോന്നുന്നു ഈ ഒരു ത്രെഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ തന്നെ കല്ലു ഡെന്നീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് പക്ഷേ ഈ ഒരു സിനിമയിലെ 2.5 മണിക്കൂർ, സിനിമയുടെ അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ എത്തുമ്പോഴേ ഈ ഒരു ത്രെഡിലോട്ട് വരുന്നുള്ളൂ. അതുവരെ ഈ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് മുഴുവനും. അതായത് മധുവിന്റെ കഥാപാത്രവും മധുവിന്റെ മൂത്ത മകനായിട്ടുള്ള പോലീസ് ഓഫീസറായ MG സോമന്റെ കഥാപാത്രം, പിന്നെ ഈ ജഗതിയുടെ പാരലായിട്ട് ജഗതിയുടെ ഒരു ട്രാക്ക്, ഈ പറഞ്ഞ ജഗതി ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരു ടൈലറാണ്. ജഗതിയുടെ അനീതിയായിട്ട് ശ്രീപ്രിയ അന്ന് തമിഴിലൊക്കെ ടോപ്പ് സ്റ്റാർസ് ആണ്. രജനീകാന്തിന്റെ ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ശ്രീപ്രിയയാണ് ഇതിലോട്ട് വന്ന് ഈ ഒരു വേഷം ചെയ്തിട്ടുള്ളത്. പിന്നെ മാസ്റ്റർ സുരേഷ്, അത് ഒരുപാട് സിനിമകൾ ആ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു മധുവും MG സോമനും സൂപ്പർ സ്റ്റാർസ് ആണ്. രവികുമാർ അന്നത്തെ ഒരു യുവ താരമാണ്. ഒപ്പം തുടക്കക്കാരനായ ജഗതി ശ്രീകുമാറൊക്കെ ശരിക്കും ഒരു 84 ഒരു 85 എത്തിയ ശേഷമാണ് കൂടുതലും പ്രിയദർശന സിനിമകളോടുകൂടെ കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ജഗതി ശ്രീകുമാർ ശരിക്കും തിരക്കേറി തുടങ്ങിയത് 85ക്ക് ശേഷമായിരിക്കും. പക്ഷെ ആ ഒരു തുടക്കകാലത്ത് ജഗതി ശ്രീകുമാറിന് ഇത്ര ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം കിട്ടി എന്ന് പറയുന്നത് വളരെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ഭാഗ്യം തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയും അന്ന് സാമാന്യം വിജയിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അങ്ങനെ ബോക്സ് ഓഫീസിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയതല്ല അന്ന്. കാരണം ഇത്രയും മേജർ സ്റ്റാർസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു സിനിമ ജഗതി ശ്രീകുമാറിന് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഈ അടുത്ത് കണ്ടുകൊണ്ടാണ് എനിക്ക് ഒരു സിനിമയെ കുറിച്ച് പറയാൻ തോന്നിയത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് തിയേറ്റർ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.